ഈ വർഷത്തെ IPL മെഗാ ലേലത്തിന്റെ ആദ്യ റൗണ്ടിൽ ആവശ്യക്കാർ ഇല്ലാതിരുന്ന താരമാണ് അജിങ്ക്യ രഹാനെ. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായിരുന്ന രഹാനെ ആദ്യ റൗണ്ടിൽ അൺസോൾഡ് ആയത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ അൺസോൾഡ് താരങ്ങളെ വീണ്ടും ലേലത്തിൽ പരിഗണിച്ചപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രഹാനെയെ വാങ്ങുകയായിരുന്നു. അടിസ്ഥാന വിലയായ 1.5 കോടി രൂപയ്ക്കാണ് രഹാനെയെ KKR വാങ്ങിയത്. ലേലത്തിന് പിന്നാലെ സയ്യിദ് മുഷ്താഖ് അലി T20 ട്രോഫിയിൽ സ്വപ്ന ഫോമിലാണ് അജിങ്ക്യ രഹാനെ ഉള്ളത്. താരത്തിന്റെ കരുത്തിൽ ടീം സെമി ഫൈനലിലേക്കും ഇപ്പോൾ കുതിച്ചെത്തിയിരിക്കുകയാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഈ വർഷം കളിച്ച 6 ഇന്നിംഗ്സുകളിൽ 4 അർദ്ധ സെഞ്ചുറികളാണ് രഹാനെ അടിച്ചത്. ഇതെല്ലാം വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു. മഹാരാഷ്ട്രക്കെതിരെയായിരുന്നു രഹാനെയുടെ ആദ്യ അർദ്ധ സെഞ്ചുറി. വെറും 34 പന്തുകളിൽ 52 റൺസാണ് ഈ കളിയിൽ രഹാനെ അടിച്ചുകൂട്ടിയത്. സഞ്ജു സാംസൺ നയിച്ച കേരള ടീമിനെതിരെയും രഹാനെ ഫോം തുടരുകയാണ്. വെറും 35 പന്തുകളിൽ 68 റൺസ് ഈ കളിയിൽ രഹാനെയുടെ ബാറ്റിൽ നിന്ന് പിറന്നു. സർവീസസിനെതിരായ മത്സരത്തിൽ 22 റൺസിൽ പുറത്തായ രഹാനെ നിർണായകമായ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ആന്ധ്രയ്ക്കെതിരെ കത്തിക്കയറി. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരാനുണ്ടായിരുന്ന കളിയിൽ 54 പന്തുകളിൽ 95 റൺസാണ് രഹാനെ നേടിയത്. ക്വാർട്ടർ ഫൈനലിൽ വിദർഭയ്ക്കെതിരെയും രഹാനെ വെടിക്കെട്ട് നടത്തി. 45 പന്തുകളിൽ 84 റൺസാണ് ഈ മത്സരത്തിൽ നേടിയത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇത്തവണത്തെ സെമി ഫൈനലിന് മുമ്പ് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ റൺവേട്ടയിൽ 4ാം സ്ഥാനത്താണ് 36-കാരനായ അജിങ്ക്യ രഹാനെ ഉള്ളത്. 7 കളികളിൽ നിന്ന് 55.67 ബാറ്റിംഗ് ശരാശരിയിൽ 334 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 167.84 താരത്തിന്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ്. 31 ഫോറുകളും 14 സിക്സറുകളും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രഹാനെ നേടിയിട്ടുണ്ട്. എന്തായാലും ബേസ് പ്രൈസിന് താരത്തെ സ്വന്തമാക്കാനായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വലിയ നേട്ടമാകുമെന്നതാണ് രഹാനെയുടെ ഇപ്പോഴത്തെ ഫോം വ്യക്തമാക്കുന്നത്. അടുത്ത സീസണിൽ KKRന്റെ ടീം പദ്ധതികളിൽ രഹാനെയ്ക്ക് മികച്ച സ്ഥാനം ലഭിച്ചേക്കുമെന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട്. ടീം അവരുടെ നായക സ്ഥാനത്തേക്കും രഹാനെയെ പരിഗണിക്കുന്നുണ്ടെന്ന് ഇതിനിടെ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ടീമിലെ മുതിർന്ന താരവും മുൻ IPL ക്യാപ്റ്റനുമാണ് രഹാനെ. 2025 ക്യാപ്റ്റൻസി ലഭിക്കാൻ സാധ്യതയുള്ളവരിൽ ഏറ്റവും പ്രധാനി. വലങ്കയൻ ബാറ്ററായ രഹാനെ IPL 2018 രാജസ്ഥാൻ റോയൽസിനെ 2ാം റൗണ്ടിൽ എത്തിച്ചിരുന്നു. ഇന്ത്യൻ ടീമിനെ 3 ഫോർമാറ്റിലും നയിച്ച അനുഭവ പരിചയമുണ്ട്. 2020-21 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് രഹാനെ. IPLൽ മികച്ച റെക്കോർഡുള്ള ബാറ്റർ കൂടിയാണ് അദ്ദേഹം. ഇതുവരെ മൊത്തം 185 മത്സരങ്ങളാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രഹാനെ കളിച്ചിട്ടുള്ളത്. ഇതിൽ 30.14 ബാറ്റിംഗ് ശരാശരിയിൽ 4642 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 2 സെഞ്ചുറികളും 30 അർദ്ധ സെഞ്ചുറികളും ലീഗിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്.